പൗലോ കൊയ്ലോയുടെ പിൽഗ്രിമേജുകൾ. മലയാളം മനസ്സുകൊണ്ട് ഏറ്റെടുത്ത വിരലിൽ എണ്ണാവുന്ന വിദേശ എഴുത്തുകാരിൽ പ്രഥമനാണ് ബ്രസീലിയൻ സാഹിത്യകാരനായ പൗലോ കൊയ്ലോ. സംഭവബഹുലമായ ജീവിതത്തിനൊടുവിൽ നിയോഗം പോലെ എഴുതാനാണ് തന്റെ വഴിയെന്ന് തിരിച്ചറിയുകയും തനിക്ക് ബാധിച്ചതെന്ന് വീട്ടുകാർ തെറ്റിദ്ധരിച്ച ചിത്തഭ്രമം എഴുത്തിന്റേതെന്ന് തിരിച്ചറിയുകയും ചെയ്തിടത്താണ് പൗലോ കൊയ്ലോ എന്ന എഴുത്തുകാരൻ പിറവിയെടുക്കുന്നത്. 1947 ഓഗസ്റ്റ് 24 പകലിൽ ചാബിളിയായി ജനിച്ച, എന്നാൽ ജനിച്ചു മിനിറ്റുകൾക്ക് ശേഷം പൊട്ടിക്കരയുകയും ചെയ്ത അത്ഭുത ബാലനെ മരിച്ചു ജനിച്ച കുഞ്ഞായി നേഴ്സുമാർ താലോലിച്ചു. കൗമാരത്തിന്റെ കാൽപ്പനികതയെ അക്ഷരമാക്കിയപ്പോൾ പരിഭ്രമിച്ച വീട്ടുകാർ മനോരോഗമെന്ന ധാരണയിൽ 16-ാം വയസ്സിൽ ചിത്തരോഗ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും അവിടെ നിന്നും തിരിച്ചെത്തി ഹിപ്പി തരംഗത്തിൽ പെട്ടുപോയതും മരിഞ്ചുവാനയുടെയും മയക്കുമരുന്നിന്റെയും കലവറയില്ലാത്ത ലഹരി ആസ്വദിച്ചു തിമിർത്ത യൗവനവും സാത്താൻ ആരാധകനായ പാട്ടെഴുത്തുകാരന്റെ ഭൂതകാലവും കടന്നാണ് പൗലോ കൊയ്ലോ ബ്രസീലിൽ നിന്നും സ്പെയിനിലെ സെന്റ് ജെയിംസിന്റെ ദേവാലയത്തിലേക്ക് കാൽനട യാത്രക്കാരനായുള്ള 500 മൈൽ ദൂര തീർത്ഥാടനം ആരംഭിക്കുന്നത്. ബുദ്ധന് ലഭിച്ച ബോധോദയം പോലെ അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിലേക്ക് ഒരു മഹാപ്രവാഹം ഉണ്ടായത് ഇക്കാലത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിധി തേടി പുറപ്പെട്ട് ഒടുക്കം തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തുന്ന ആട്ടിടയ ബാലനെ പോലെ എഴുത്താണ് തന്റെ വഴിയെന്ന തിരിച്ചറിവിൽ പിൽഗ്രിമേജ് എന്ന നോവൽ എഴുതി തുടങ്ങി. പിൽഗ്രിമേജ് പ്രതീക്ഷയ്ക്കൊത്തൊന്നും പൗലോ കൊയ്ലോ എന്ന എഴുത്തുകാരന് സംഭാവന ചെയ്തില്ല എങ്കിലും അടങ്ങാത്ത ത്വരയുള്ള എഴുത്തും ആൽക്കമിസ്റ്റും കടന്നതോടെ പൗലോ കൊയ്ലോയ്ക്ക് വായനക്കാരും ആരാധകരും വിമർശകരും പരക്കെയുണ്ടായി. ലോക ഭാഷകളിലേക്ക് ബ്രസീലിൽ നിന്നുള്ള പൗലോയുടെ കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടു. എഴുത്തുകാരൻ ജീവിച്ചിരിക്കെ ഏറ്റവും അധികം ലോകഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത കൃതികളുടെ കർത്താവെന്ന ഖ്യാതിയോടെ പൗലോ കൊയ്ലോയുടെ അക്ഷര തീർത്ഥാടനം തുടരുകയാണ്. ചിത്തഭ്രമത്തിൽ നിന്നും അക്ഷര വെളിച്ചത്തെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കീഴടക്കിയ ആട്ടിടയ ബാലന്റെ അനുസ്യൂത പ്രയാണം അക്ഷരമുള്ളിടത്തെല്ലാം വെളിച്ചം വിതറട്ടെ.